എയർപോർട്ടിൽ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ വീണ്ടും ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണെന്നുള്ളത്. കൊച്ചി എയർപോർട്ടിലാണ് പോകുന്നത്, ഒരു ഗൾഫ് കൺട്രിയിലേക്കാണ്. യാത്രയ്ക്കപ്പുറം എന്ന എൻ്റെ പുസ്തകത്തിന്റെ റിലീസൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ടാണ് ഈ യാത്ര. ഒരു സോളോ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗൾഫ് കൺട്രിയിലേക്കാണ് ഇതാ ഞാൻ ലാൻഡ് ചെയ്തിരിക്കുന്നത്. ബഹ്റിനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ടാണ് വന്നത്. അവരെല്ലാവരും എന്നെ റിസീവ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം എൻ്റെ ഡിയർ ഫ്രണ്ട് പിങ്കി ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ കൂടെയാണ് ഞാൻ ഹോട്ടലിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. ആദ്യത്തെ വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ബഹ്റിൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പ്രത്യേകിച്ചും ഞാൻ നല്ല ഒരു വിൻ്റർ സമയത്താണ് ചെന്നത്. എനിക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല. വിൻ്ററാണ് എൻ്റെ ഫേവറേറ്റ് സീസൺ. അപ്പോൾ വിൻ്ററിൽ വന്നിറങ്ങിയത് കൊണ്ടും ബ്യൂട്ടിഫുൾ സ്ഥലമായതുകൊണ്ടും എനിക്ക് ബഹ്റിൻ ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി. ദൂരത ബീച്ച് വ്യൂ ഉള്ള ഒരു റൂമൊക്കെയാണ് പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചതാണ് പിങ്കി ചേച്ചി. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. കാരണം വെളുപ്പിന് 4 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഒട്ടും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഒരു നല്ലൊരു ഡീപ്പ് സ്ലീപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ണാടിയിലേക്കൊക്കെ നോക്കി സുന്ദരിയല്ലെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വീണ്ടും പിങ്കി ചേച്ചി എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിലാണ് ഇന്ന് ലഞ്ച്. അപ്പോൾ നമുക്ക് പിങ്കി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാം. പിങ്കി ചേച്ചി എന്ന് പറയുന്ന എൻ്റെ കൂടെ ഓർമ്മ എന്ന് പറയുന്ന ഞാനൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ മോളായിട്ട് അഭിനയിച്ച ഓഡ്രിയുടെ അമ്മയാണ് ഞാൻ ചേച്ചിയെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ചേച്ചിയുടെ വീട്ടിലാണ്. ഞാൻ നേരെ ഹോട്ടലിൽ പോയി. ഹോട്ടലൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ചേച്ചിയുടെ ബഹ്റിനിലുള്ള വീട്ടിലാണ്, ഓഡ്രിയുടെ വീട്ടിലാണ്. ഇവിടെ ഒരു കുഞ്ഞാളുണ്ട് കേട്ടോ. ഹായ് റമ്യ. ഹായ് 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 റമ്മി. ഹലോ ഹായ് പറ. ഹായ്. ഇതാണ് പിങ്കി ചേച്ചി. ഹലോ. വലിയ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണ്ട, സദാ എന്തെങ്കിലും നാടൻ ഫുഡ് മതി എന്ന് പറഞ്ഞപ്പോൾ നിസ്സാരമായിട്ടുള്ളൊരു നല്ല സദ്യയാണ് പിങ്കി ചേച്ചി ഒരുക്കി വെച്ചിരുന്നത്. പിങ്കി ചേച്ചിയുടെ ഹെൽപ്പർ ഉണ്ട് രമ്യ അസാധ്യ കുക്കാന്ന് പിങ്കി ചേച്ചി ആദ്യമേ പറഞ്ഞിരുന്നു. അത് സത്യമാണെന്നുള്ളത് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. യെസ്. അപ്പം ഞങ്ങളൊന്ന് സൗദി ബോർഡറിലേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ്. ഇവിടെ ഒരാൾ എൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് പിങ്കി ചേച്ചിയുടെ അമ്മ. മമ്മി ഒരു ഹായ് വരുമോ? മമ്മി ഇല്ല, ഞാൻ വീഡിയോ എടുക്കാം നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട്. മമ്മി എൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാം. കണ്ടോ ബുക്ക്? ഓക്കെ. അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് ബഹ്റിൻ ബോർഡറിൽ സൗദി ബോർഡറിലേക്ക് പോവാണ്. ഇതാണ് ഓഡ്രിയുടെ ഫാദർ. ബഹ്റിനെയും സൗദിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കിങ് ഫഹദ് കോസ്വേയിലേക്കാണ് യാത്ര. അതൊരു പ്രത്യേക യാത്രാ അനുഭവമാണെന്ന് ആദ്യമേ തന്നെ ഇവർ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്. വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ബഹ്റിനിലേക്ക് ഈ റോഡ് മാർഗ്ഗം എത്താറുണ്ട്. അപ്പോൾ വീക്കെൻഡ്സ് കൂടുതലും സൗദി ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ കോസ്വേയിലൂടെ യാത്ര ചെയ്ത് ബഹ്റിനിലാണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാഫിക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. ഇപ്പം നമ്മൾ പോകുമ്പോൾ എന്തായാലും വലിയ ട്രാഫിക്കൊന്നും ഇല്ല. ഭയങ്കര സെറീനായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളാണ് ആൻഡ് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ. ഇതൊരു ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. അതാണ് ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഒരു കാര്യം. കാരണം കടലിൻ്റെ മുകളിൽ മനുഷ്യരെന്തൊക്കെയാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അത്ഭുതങ്ങളുടെ ഒരു ലോകം തന്നെയാണ് കേട്ടോ ഗൾഫ് കൺട്രീസൊക്കെ. ഫഹദ് കോസ്വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കിലോമീറ്റർ? ഈ ഒരു 21 കിലോമീറ്റേഴ്സ് ആണ് ഇങ്ങനെ കടലിന്റെ നടുക്കൂടെ ഈ ഒരു പാലം. ഭയങ്കര ബ്യൂട്ടിഫുൾ സൈറ്റ് ആണ്. സൺസെറ്റ് ഒരു സൈഡില് ഇങ്ങനെ എന്താ പറയാ, ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂളിന്റെ മുകളിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീല്. കാരണം ചെറിയ ചെറിയ ഓളങ്ങളുള്ള ഒരു ഇത് കടല് തന്നെയാണോ എന്ന് എനിക്ക് സംശയം. വലിയൊരു കായൽ പോലെ പരന്നു കിടക്കുന്ന സമുദ്രത്തിന്റെ നടുക്കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുക. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു ഭയങ്കര സെറീൻ ഫീൽ. നമ്മളൊരു യാത്രയിലാണ്. ഇപ്പം പിങ്കിച്ച് പറയുന്നത് താരാട്ടി കേട്ടിങ്ങനെ പോകുന്ന പോലെ ഉണ്ട്. അത്രയും ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു യാത്ര. ഭയങ്കര ബ്യൂട്ടിഫുൾ. സൗദി ബഹ്റിൻ ബോർഡറിലെത്തി. ഇതിന്റെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല തണുപ്പും കാറ്റും. ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. ഭയങ്കര രസമുള്ള സ്ഥലം. തണുപ്പായതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടു. ഞങ്ങൾ കുറച്ചുനേരം ഒന്ന് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തന്നെ തിരിച്ചു പോകും. പിങ്കി ചേച്ചിയാണ് ക്യാമറ മൂവ്മെന്റ്.
ഇമിഗ്രേഷൻ കൗണ്ടേഴ്സും ടോൾ പോയിന്റ്സും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതുവഴി കടന്നു പോകണമെങ്കിൽ പാസ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വേണം മറ്റൊരു കൺട്രിയിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്രാഫിക് കൺജഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പം നെക്സ്റ്റ് ഡേ മോർണിംഗ് പുതിയ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് ഞാൻ റെഡിയായി. സോ അച്ഛൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, റാഫേൽ അങ്കിൾ. എന്നെ കാണാൻ വേണ്ടി വന്നപ്പം ഈവനിങ് വരെ ഞാൻ ഫ്രീ ആയി. ഇന്ന് ഈവനിങ് ആണ് പ്രോഗ്രാം. അപ്പം എൻ്റെ അങ്കിളും പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് ബഹ്റൈൻ ചുറ്റി കണ്ടിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡിയായി അവരുടെ കൂടെ പോവാം. താഴെ ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ റാഫേൽ അങ്കിൾ ആൻഡ് ആൻസി ആൻറ്റി. ചുമ്മാ ഒരു വീഡിയോ ഞാനും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തോന്നിയ ഒരു ഹായ് പറയാം. ഹായ്. സോ ഞങ്ങള് ചുമ്മാ ഒന്ന് ചുറ്റാൻ പോവാണ്. ആന്റി ഞങ്ങളും എന്നെ മനാമ, അതായത് ബഹ്റൈന്റെ ക്യാപിറ്റൽ മനാമയിലേക്ക് ഞങ്ങൾ പോണേ. ഇവിടെ ഇങ്ങോട്ടേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിയൊരു ഫീലാണ്. കാരണം അവിടെ വളരെ മോഡേൺ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്സും സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഓൾഡസ്റ്റ് പഴയ ബഹ്റൈന്റെ ഒരു കാഴ്ചകൾ, അല്ലെങ്കിൽ പഴയ ബിൽഡിങ്സ് ഒക്കെയാണ് ഇപ്പോഴും ഉള്ളത്. പഴയ ബിൽഡിംഗ് വളരെ ചെറിയൊരു ഐലൻഡ് ആണല്ലോ ബഹ്റൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ റോഡ് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമുക്ക് മൊത്തം ബഹ്റൈൻ ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ യാത്ര കൊണ്ട് തന്നെ മെയിൻ സെൻറ്റേഴ്സ് ആയിട്ടുള്ള സിറ്റി സെൻറ്റർ, വേൾഡ് ട്രേഡ് സെൻറ്റർ, പോലീസ് സ്റ്റേഷൻ, മോസ്കുകൾ, ചർച്ച്, അങ്ങനെയുള്ള ബഹ്റൈനിലെ പ്രത്യേക ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസ് ഒക്കെ എനിക്ക് ആൻറ്റി അങ്കിളും കൂടെ കാണിച്ചു തന്നു. പ്രേയറിൻ്റെ സമയമായതുകൊണ്ട് തന്നെ പള്ളിയുടെ വെളിയിലും റോട്ടിൽ വരെ ഇരുന്നിട്ട് ആളുകൾ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ആ വെയിലത്ത്, വിൻ്റർ ആണെങ്കിൽ പോലും വെയിലിന് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ആ വെയിലത്തും അവർ അതിന് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ, അത് സത്യത്തിൽ മാതൃകാപരം തന്നെയാണ്. നമ്മൾ മനാമയുടെ അകത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തുന്നത്. പണ്ട് ഞങ്ങള് കുഞ്ഞായിരുന്നപ്പോ ആന്റി അങ്കിളാണ് ഞങ്ങക്ക് ഇവിടെ നിന്നല്ല ഫോറിൻ സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ആകെ അങ്കിള് നാട്ടിൽ വരുമ്പോഴാണ്. അപ്പൊ അങ്കിള് വരുന്ന മിക്കവാറും വരുമ്പോഴൊക്കെ ഇതുപോലെ അച്ഛനെ കാണാനായിട്ട് വരും. ഇവര് വളരെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് അച്ഛനും റാഫേൽ അങ്കിളും. അപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് അങ്കിള് വരുമ്പോ ഈ ചോക്ലേറ്റ്സ് നമുക്കിപ്പം ഇവിടെ കിട്ടുന്നൊക്കെ നാട്ടിലും കിട്ടും, പക്ഷെ അന്നൊന്നും അങ്ങനെയല്ലല്ലോ. അപ്പം അങ്കിള് വന്നപ്പോ ഒരു പ്രാവശ്യം ഒരു വലിയൊരു ബോക്സ് കൊണ്ടുവന്നു. ആന്റി പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല. ബോക്സ് ആന്റി ആന്റിയാണ് ബാക്കിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്കിള് വന്നപ്പം ഒരു പ്രാവശ്യം ഒരു വലിയ ബോക്സ് നോക്കുമ്പം നമ്മൾ ഇത്ര ചെറിയ ചെറിയ പാക്കറ്റ്സ് ഓഫ് മറ്റേ സ്കെച്ച് പെൻ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മറ്റേ എന്താണ് ക്രയോൺസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതൊരു ബോക്സ് നിറയെ കളർ ചെയ്യുന്ന സാധനങ്ങള്, അതായത് കളറിങ്ങിന്റെ പെയിന്റിങ്ങിന്റെ ഒരു വലിയ ബോക്സ് നിറയെ വാട്ടർ കളർ, സ്കെച്ച് പെൻസ്, പെൻസിൽ ഡ്രോയിങ്ങിന്റെ പെൻസിൽസ്. അങ്ങനെ ഞാനും അച്ഛനും ഇങ്ങനെ വണ്ടറായി പോയി ആ ഒരു ഗിഫ്റ്റ് കണ്ടപ്പോ. നമ്മൾ ആദ്യമായിട്ട് കാണാം. ഇപ്പൊ അത് നാട്ടിലും കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. പക്ഷെ ഞങ്ങൾക്ക് അത് വലിയ ചെറിയ ബ്രീഫ് കേസ് പോലെ ഒരു വലിയൊരു പെയിന്റിങ്ങിന്റെ ഒരു വലിയ ലോകം സെറ്റ്. അപ്പൊ അതൊക്കെ ഞങ്ങക്ക് വലിയൊരു ഓർമ്മയാണ്. അതൊക്കെ ഇവിടുന്ന് ആയിരിക്കുമല്ലോ ചിലപ്പോൾ, ഈ സ്ട്രീറ്റിൽ നിന്നാണ്. ഇത് മനാമ സ്ട്രീറ്റ് ആണ്. ഞാൻ അത് കാണിച്ചു തരാം. ശരിക്കും നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റ്സിൽ പോകുന്ന പോലെ തന്നെ ഉണ്ട്. അതിനുശേഷം ആന്റി അങ്കിളും കൂടെ എനിക്ക് നാട്ടിലേക്കുള്ള കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കയറിയിട്ട് കല്ലൂന് കുറച്ച് സ്വീറ്റ്സും ഒക്കെ വാങ്ങി എന്നെ തിരിച്ച് ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തു. വൈകിട്ടായി, ഇവിടെ 4:45. അപ്പോൾ ഇവിടെ ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ടാണ് ഞാനത് വന്നത്. വാവ് മോം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. അതായത് അമ്മമാർക്ക് വേണ്ടിയിട്ടും അമ്മമാരും മക്കളും ചേർന്നിട്ടുള്ള ഒരു റിയാലിറ്റി, ഒരു കോൺടെസ്റ്റ് ആണ്. ഒരു ബെസ്റ്റ് മോമിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ മഴ മനോരമയിൽ ചെയ്തിരുന്ന എൻ്റെ അമ്മ സൂപ്ര പോലത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഫിനാലെയാണ്, എൻ്റെ ക്രൗണിങ് സെറമണിക്കാണ് ഞാൻ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. സോ ഞാൻ അതിൻ്റെ ഒരു പ്രോഗ്രാമിന് പോകാനുള്ള റെഡിയാവാൻ പോവാണ്. പ്രോഗ്രാമിന് പോകാൻ വേണ്ടി റെഡിയാവാൻ പോവാണ്. ഇത് ലളിത ചേച്ചി, ക്യാമറ നോക്കി. ലളിത ചേച്ചിയാണ് ഇന്ന് എൻ്റെ സാരി ഡ്രേപ്പിംഗ് ഹെയർ ഒക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ചേച്ചി ബഹ്റൈനിലാണ്. ചേച്ചി പട്ടണം റഷീദിന്റെ കൂടെ, അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എത്ര വർഷം ചേച്ചി ബഹ്റൈനില്? 32. ഓ, 32 വർഷം. ചേച്ചിയാണ് ഇപ്പൊ എന്റെ സാരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ റെഡി ആയിട്ട് വേഗം വരാവേ. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ അറ്റയർ. പ്രോഗ്രാമിന് പോകാൻ ഓൾ സെറ്റ്. ചേച്ചി എനിക്കെല്ലാം റെഡിയാക്കി തന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രോഗ്രാമിന്, അവളുടെ ഡാൻസ് സ്കൂളിൻ്റെ
പ്രോഗ്രാമിന് ചെന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സാരിയാണ്. സരിക നന്നായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിന് പോകാം. 6 വർഷത്തോളം സംപ്രേഷണം ചെയ്ത പരസ്പരം സീരിയലിലെ ദീപ്തി IPS എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത ഇന്ദിര എന്ന സീരിയലിലും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗായത്രിയായിരുന്നു. ടെലിവിഷൻ പരമ്പരകൾക്ക് പുറമെ കൊച്ചി രാജാവ്, സർവോപരി പാലാക്കാരൻ, ഓർമ്മ, വൺ, ഇടിയൻ ചന്തു, എന്നാലും എന്റെ അളിയ തുടങ്ങിയ ചിത്രങ്ങളിലും ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ചു. സിനിമ, സീരിയൽ അഭിനയത്തോടൊപ്പം അവതരണവും പുസ്തകമെഴുത്തും വ്ലോഗിങ്ങും ബിസിനസ്സുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന താരമാണ് ഗായത്രി അരുൺ. 2021 പ്രസിദ്ധീകരിച്ച അച്ചപ്പം കഥകൾ എന്ന ആദ്യ പുസ്തകത്തിന് പിന്നാലെ ഗായത്രിയുടെ 2ാമത്തെ പുസ്തകമായ യാത്രയ്ക്കപ്പുറം എന്ന കൃതിയും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഉറപ്പാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഇവിടെയുള്ള 10 കണ്ടസ്റ്റൻസിനും ഈ കഴിഞ്ഞ ജനുവരി 9 അവരുടെ ഫെസ്റ്റ് പ്രോഗ്രാം തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ അവർ ഇതിനു മുമ്പ് എത്രത്തോളം അവർ ഒന്നിച്ച് ചെലവഴിച്ചിട്ടുണ്ടോ അത് കൂടുതൽ സമയം മക്കളോടൊപ്പം ഫാമിലിയോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടാവുന്നത് ഉറപ്പാണ്. അപ്പം അതല്ലാതെ തന്നെ ഒരു പ്രോഗ്രാമിന്റെ പേരിലല്ലാതെ തന്നെ ഇത്തരം നല്ല നല്ല ഒത്തുചേരലുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. അത് നമ്മുടെ ഇടയിലുള്ള ആ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആൻഡ് ഈ ഒരു 10 കണ്ടസ്റ്റൻസ് ആരാണ് ക്രൗഡ് വിൻ ചെയ്യുന്നത് എന്നതിലല്ല, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് കൊണ്ടുപോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് എന്നതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. പലപ്പോഴും ഞാൻ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളല്ല നിങ്ങൾ കൈവയ്ക്കുന്നത്, വലിയ വലിയ ഇവന്റുകളാണ്, വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകിച്ചും സ്ത്രീകളുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു വലിയ വേദി തന്നെയാണ് ഇവിടെ. അപ്പോ ഒരു മത്സരം എന്നതിലുപരി ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ 10 അമ്മമാരും കുഞ്ഞുങ്ങളും എന്താണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നതാണ്, ക്രൗൺ അല്ലാതെ ഇവിടെ നിന്നുള്ള എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവരുടെ ലൈഫ് ലോങ് അവരുടെ മെമ്മറീസ്, അസറ്റ്സ് എന്ന് പറയുന്നത്. എന്നാലും ഇന്നിവിടെ വിൻ ചെയ്യുന്നവർക്കും ഇന്ന് ഈ 10 പേർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ റൂമിലെത്തി, ഒന്ന് ജസ്റ്റ് ഡ്രസ് ചേഞ്ച് ചെയ്തതിന് മേക്കപ്പ് ഒക്കെ കഴിക്കണം. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം 1:15 നാട്ടിലെ 3:45 ആയി സമയം. ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ പ്രോഗ്രാം. നല്ല ടയേർഡാണ്. രാവിലെ 10 മണിക്ക് എനിക്ക് ഫ്ലൈറ്റും ആണ്. തിരിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ദുബായിലേക്കാണ് കുറച്ച് ദിവസം. അവിടെ അച്ഛൻ്റെ കൂടെയാണ്, ബ്രദറിൻ്റെ കൂടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഫുൾ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക. എല്ലാം ഇനി പാക്ക് ചെയ്യണം, രാവിലെ ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ വേഗം പാക്ക് ചെയ്ത് കിടന്നുറങ്ങട്ടെ കേട്ടോ. പോവുകയാണ് ഞങ്ങള്. യെസ്, ഞാൻ മാത്രം. ശശിയൊക്കെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിരിക്കുക. അങ്ങനെ ബെഹറിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞാൻ എന്താ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും അച്ചും കാത്തും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ബാക്കി വിശേഷങ്ങൾ ദുബായിലെത്തിയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ഞങ്ങളിതാ ദുബായ് ഫ്രെയിമിലാണ് ഇന്ന് വന്നിരിക്കണേ. 250 meters ഹൈറ്റിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.